മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കാലത്ത് ഈ രാജ്യത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അടിത്തറ പാകിയ ഒരു വലിയ പ്രസ്ഥാനം ഇന്നത് ഇല്ലാതായി മാറിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അതിൻ്റെ മൂലകുടുംബം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 1966 മറാത്ത വികാരം കത്തിച്ച് പ്രാദേശിക രാഷ്ട്രീയത്തിൽ കടന്നു വരികയും പിന്നീട് BJPയുടെ കൈപിടിച്ച് ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ വീഥികളിലൂടെ നടന്ന് ഹിന്ദു ഹൃദയ സാമ്രാട്ടിലേക്ക് എത്തിയ ബാൽ താക്കറെ രൂപം കൊടുത്ത ശിവസേന, ആ ശിവസേനയുടെ അദ്ദേഹത്തിൻ്റെ വസതി മാധോശ്രീ ഒരു ഹിന്ദു സംഘടനയുടെ ഇല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അടക്കമുള്ള ഒരു കളിത്തൊട്ടിലായി മാറിയ കാഴ്ച. പിന്നീടത് ശിവസേന ഹൗസാകുന്നു. പിന്നീട് കടുവ മുഖമായി, അമ്പും വില്ലും ചിഹ്നമായി. കാലം കടന്നു പോകുമ്പോൾ അച്ഛൻ്റെ വഴികളിൽ നിന്നും മകൻ വേറിട്ട് സഞ്ചരിച്ചു തുടങ്ങി. ഉദ്ധവ് താക്കറെ 2002 ശിവസേനയുടെ ചാർജ് ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം BJPക്കൊപ്പമായിരുന്നു. എന്നാൽ 2019 ആയപ്പോഴേക്കും അധികാരമോഹം തലയ്ക്ക് പിടിച്ചു. BJPയെ തള്ളി, ഹിന്ദു രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് മതേതരത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞു. അവിടെ തുടങ്ങി ഈ ഉദ്ധവിൻ്റെ അധപ്പതനമെന്ന് പറയേണ്ടി വരും. നിഴൽ പോലെ കൂടെ നിന്നവരെല്ലാം ഒന്നൊന്നായി പടിയിറങ്ങി. അവസാനം ഇറങ്ങിയത് ഏറ്റവും വിശ്വസ്തനായ ഏക്നാഥ് ഷിൻഡെയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നും ഉയർന്ന രാഷ്ട്രീയ നേതാവ്. റിക്ഷ തൊഴിലാളിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഉദ്ധവിൻ്റെ വലങ്കൈയായ സഞ്ജയ് റാവത്ത് ചോദിച്ചു. ആ ഓട്ടോറിക്ഷ തൊഴിലാളി ശിവസേന ഷിൻഡെ വിഭാഗത്തിൻ്റെ നേതാവ്. ഷിൻഡെയും കൂട്ടരും നേടിയത് 55 സീറ്റ്. മഹാരാഷ്ട്രയെ കിടുകിടാ വിറപ്പിച്ചിരുന്ന ഇല്ലെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയം നയിച്ചിരുന്ന ഒറിജിനൽ ശിവസേന എന്ന് അവകാശപ്പെടുന്ന ഉദ്ധവിന് കിട്ടിയത് 18 സീറ്റുകൾ. അതോടെ തീർന്നുയല്ല. ആദ്യം നഷ്ടമായത് അമ്പും വില്ലുമായിരുന്നു. ഒടുവിൽ സമ്പൂർണമായി ഉദ്ധവ് താക്കറെ എന്ന ചതിയന് ഇല്ലെങ്കിൽ മതേതര കടുവയ്ക്ക് ചിതയൊരുക്കി കാവിപ്പട ഇവിടെയെല്ലാം പൂർണ്ണമാകുമ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇനി ഒരു ശിവസേന മാത്രമാണ് അവശേഷിക്കുന്നത്. അമ്പും വില്ലും കൊണ്ടുപോയ ഷിൻഡെയുടെ മുഖമാകും ഇനി ശിവസേനയ്ക്കുള്ളത്. ആ കടുവയുടെ രൂപത്തിൽ ഇനി ഗർജിക്കുന്നത് ഷിൻഡെയാകും. ഇവിടെ ഒരു മൂലയിലേക്ക് ഉദ്ധവും കൂട്ടരും ഒതുങ്ങുമ്പോൾ മാധോശ്രീ ചരിത്രമാകും. ചരിത്രത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ പറയും, ഇവിടെ ഒരു നേതാവുണ്ടായിരുന്നു, ബാൽ താക്കറെ, ഹിന്ദുക്കളുടെ വികാരത്തെ തൊട്ടറിഞ്ഞ നേതാവെന്ന് പറയുമായിരിക്കാം. അതേ സമയത്ത് തന്നെ അവർ പറയുന്ന ഒന്നുണ്ട്, ഹിന്ദു രാഷ്ട്രത്തിന് പിന്നിൽ നിന്ന് കുത്തിയ ഒരു ചതിയൻ്റെ വീട് കൂടിയാണിതെന്ന്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.